ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് LDC LGS മെയിൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള കണക്കിലെ മുൻവർഷ ചോദ്യപേപ്പറാണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ടോപ്പിക് വൈസ് ക്ലാസ് അല്ല ഉണ്ടാവുന്നത്, മുൻവർഷ ചോദ്യപേപ്പറിലൂടെയാണ് നമ്മൾ പഠനം കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ SCRT പാഠപുസ്തകത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് മുൻവർഷ ചോദ്യങ്ങളാണ്. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കത് മെയിൻ എക്സാമിന് ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. നമ്മളിന്ന് നോക്കുന്നത് പാലക്കാട്, കണ്ണൂർ ജില്ലകളിലായിട്ട് നടന്നിട്ടുള്ള LDC 2017 സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന്റെ ചോദ്യപേപ്പറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഒരു സംഖ്യയുടെ വർഗത്തോടു കൂടി 51 ചേർത്താൽ 676 കിട്ടും. സംഖ്യ ഏത്? അപ്പോൾ നമ്മളിത് എക്സ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലേ. അപ്പോൾ വളരെ ഈസിയാണ്, പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒരു സംഖ്യയുടെ വർഗത്തോടു കൂടി, ഒരു സംഖ്യ നമുക്കറിയില്ല, അറിയാത്ത സംഖ്യ നമ്മൾ എന്തായിട്ടാണ് എടുക്കുക? എക്സ് ആയിട്ടാണ് എടുക്കുക അല്ലേ. അപ്പോൾ അറിയാത്തൊരു സംഖ്യയാണ് എക്സ്, ഏതോ ഒരു സംഖ്യ, അതിൻ്റെ വർഗത്തോടു കൂടി, വർഗം എന്ന് പറയുമ്പോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഏതോ ഒരു സംഖ്യ എക്സ് എടുത്തു, അതിൻ്റെ വർഗത്തോടു കൂടി, അപ്പോൾ സ്ക്വയർ, എക്സ് സ്ക്വയറിനോട് കൂടി എന്ത് ചെയ്യണം? 51 ചേർത്താൽ, എന്ന് വെച്ചാൽ 51 അല്ലെ, കൂട്ടണം 51. അപ്പോൾ ഏതോ ഒരു സംഖ്യ അതിൻ്റെ സ്ക്വയറിനോട് 51 ചേർത്താൽ എത്ര കിട്ടുമെന്നാണ് പറയുന്നത്? 676 കിട്ടും. എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 51 ഈസ് ഈക്വൽ ടു 676. ഇതല്ലേ അർത്ഥം? അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സിൻ്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ വരിയും വായിച്ചിട്ട് അതിനെ നമ്മളൊരു ഇക്വേഷൻ്റെ ഫോമിൽ എഴുതാൻ അറിഞ്ഞാൽ മാത്രമാണ് ഇത് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത് പഠിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഒരു സംഖ്യ എക്സ് എടുത്തു, അതിൻ്റെ വർഗത്തോട്, അപ്പോൾ എക്സ് സ്ക്വയർ 51 ചേർത്താൽ പ്ലസ് 51 676 കിട്ടും, സമം 676. എഴുതിയല്ലോ. ഇനി നമുക്ക് ഈസിയായി എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് സ്ക്വയറിനെ അവിടെ തന്നെ നിർത്താം. ഈസ് ഈക്വൽ ടു 676 അവിടെ തന്നെയുണ്ട്. ഇവിടുത്തെ പ്ലസ് 51 സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? മൈനസ് 51 ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി എക്സ് സ്ക്വയർ ഇവിടെ ഉണ്ട്. 676 നിന്നും 51 പോയാൽ, ഇവിടെ 6 നിന്ന് 1 പോയാൽ 5, 7 നിന്ന് 5 പോയാൽ 2, 6 അങ്ങനെയുണ്ട്. അപ്പോൾ 625 എന്ന് കിട്ടി. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 625 ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് 625 ആണ് അല്ലേ. എക്സ് സ്ക്വയർ 625 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് റൂട്ട് 625, റൂട്ട് ഓഫ് 625. 625 ഏതിൻ്റെ സ്ക്വയർ ആണ്? 25ൻ്റെ. അപ്പോൾ 25 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ചെയ്തത്? ഒരു സംഖ്യയുടെ വർഗത്തോടു കൂടി 51 ചേർത്തപ്പോൾ 676 കിട്ടി. ഇക്വേഷനായിട്ട് എഴുതി എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. എത്ര കിട്ടി? 25 എന്ന് കിട്ടി. അടുത്ത ചോദ്യം നോക്കുക. 20ൽ താഴെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്ര? അപ്പോൾ നമ്മളിത് സംഖ്യകളെ കുറിച്ച് പഠിച്ച സമയത്ത് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. 20ൽ താഴെയുള്ള ഒറ്റ സംഖ്യ, 20ൽ താഴെ എത്ര ഒറ്റ സംഖ്യ ഉണ്ട് എന്ന് അറിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എത്ര ഒറ്റ സംഖ്യ ഉണ്ട്? അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 വരെ എഴുതാം അല്ലേ. അപ്പോൾ 10 വരെ എന്ന് പറയുമ്പോൾ 10 സംഖ്യകളുണ്ട്. അതിൽ എത്ര ഒറ്റ സംഖ്യകളുണ്ട് നോക്കുക. 1, 2, 3, 4, 5 അല്ലേ. 10 വരെയുള്ളതിൽ 5 ഒറ്റ സംഖ്യ. അങ്ങനെയാണെങ്കിൽ 20 വരെയുള്ളതിൽ എത്ര ഒറ്റ സംഖ്യ ഉണ്ടാവും? 10 ഒറ്റ സംഖ്യ ഉണ്ടാവും അല്ലേ. 10 വരെയുള്ള സംഖ്യകളിൽ 5 ഒറ്റ സംഖ്യ, 5 ഒറ്റ സംഖ്യയും 5 ഇരട്ട സംഖ്യയും. അപ്പോൾ 20 വരെയുള്ളതിലാണെങ്കിൽ 10 ഒറ്റ സംഖ്യയും 10 ഇരട്ട സംഖ്യയും. ഒന്ന് ആവർത്തിച്ചിട്ടില്ലേ പോകുന്നത്? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ നോക്കാം, ഇല്ലെങ്കിൽ നമുക്കത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. 1 മുതൽ 10 വരെ എന്ന് പറയുമ്പോൾ 1, 2, 3 ഒരൊറ്റ സംഖ്യ ഇരട്ട, ഒറ്റ ഇരട്ട, അങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ 20 വരെയുള്ളതിൽ 10 ഒറ്റ സംഖ്യ ഉണ്ടാവും, 10 ഇരട്ട സംഖ്യ ഉണ്ടാവും. അതറിയാലോ. ഓക്കെ, അപ്പോൾ നമുക്ക് n എന്ന് പറയുന്നത് 10 എന്ന് കിട്ടി. ഈ 10 ഒറ്റ സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ 20 സംഖ്യകളുടെ ആണല്ലോ പറഞ്ഞത്, 20ൽ താഴെയുള്ളത്. അപ്പോൾ ആദ്യത്തെ 20 ആണ്. അപ്പോൾ ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക n സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n സ്ക്വയർ ആണ്. n എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. അപ്പോൾ 10ൻ്റെ സ്ക്വയർ, അതായത് 100 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ആകെ അറിഞ്ഞിരിക്കേണ്ട കാര്യം 20ൽ താഴെയുള്ള ഒറ്റ സംഖ്യകളുടെ എണ്ണം അതറിയണം.
എത്രയാണ് 1 മുതൽ 20 വരെ 10 ഒറ്റ സംഖ്യകളുണ്ട്. ഇനി n എന്ന് പറയുന്നത് 10 കിട്ടി. ഇനി തുക കാണാനുള്ള ഇക്വേഷൻ, ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n² ആണ്. അപ്പോൾ n², 10² എന്ന് പറയുന്നത് എത്രയാണ്? 100. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ 100 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഇവിടെ നോക്കുക, 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 പ്ലസ് എക്സ് സമം 1. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഈ സംഖ്യകൾ, അതായത് ഇവിടെ പകുതി വീതം ഇങ്ങനെ തുടർന്ന് പോകുന്ന ഈ സംഖ്യകൾ കാണുമ്പോൾ നമുക്കൊരു സംഭവം ക്ലിക്ക് ചെയ്യണം. അത് പറഞ്ഞു തരാം. അതിന് മുന്നേ നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ആ എക്സിന് ഇവിടെ നിർത്താം. ആദ്യം ഞാൻ ഇതൊന്ന് എടുത്തെഴുതാം. 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 1. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? എക്സിനെ മാത്രം ഒരു ഭാഗത്ത് നിർത്താം അല്ലേ? അപ്പോൾ എക്സിന് ഇവിടെ നിർത്തി ഈസ് ഈക്വൽ ടു 1 അപ്പുറത്തെ സൈഡിലുണ്ട്. ഓക്കെ, 1 അവിടെ ഉണ്ട്. ബാക്കി ഈ പ്ലസ് 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 ഒക്കെ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? മൈനസ് ആയിട്ട് മാറും അല്ലേ? അപ്പോൾ 1 മൈനസ് 1/2 മൈനസ് 1/4 മൈനസ് 1/8 മൈനസ് 1/16. ഈ പ്ലസ് എല്ലാം എന്താവും? സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ എക്സിന് അവിടെ നിർത്തി, 1 അവിടെയുണ്ട്. ഈ സംഖ്യകളൊക്കെ അപ്പുറത്തോട്ട് പോയപ്പോൾ മൈനസ് ആയി. അപ്പോൾ ഇങ്ങനെ ഒരു ഫോമിലോട്ട് കിട്ടി. എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് 1/2 മൈനസ് 1/4 മൈനസ് 1/8 മൈനസ് 1/16. ഇങ്ങനെ പോകുന്നതെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, ഇവിടെ ഏത് സംഖ്യയിൽ നിന്നാണോ തുടങ്ങിയിരിക്കുന്നത്, ഇവിടെ 1-ൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. പിന്നീട് എന്താണ് ചെയ്യുന്നത്? 1-ന്റെ പകുതിയാണ് അര, അരയുടെ പകുതിയാണ് കാല്, ഈ കാലിൻ്റെ പകുതി അതായത് 1/4ൻ്റെ പകുതിയാണ് 1/8, 1/8ൻ്റെ പകുതിയാണ് 1/16 അല്ലേ? അപ്പോൾ ഏതോ ഒരു സംഖ്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ പകുതി വീതമാണ് തുടർന്ന് പോകുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് വന്നാലും ഏത് സംഖ്യയിൽ നിന്ന് തുടങ്ങിക്കോട്ടെ, പകുതി വീതം തുടർന്ന് പോവുകയാണെങ്കിൽ ഓക്കെ, അതിൻ്റെ ആൻസർ മൈനസ് സൈൻ ആയതുകൊണ്ട് ഇതിൻ്റെ ആൻസർ ഈ ലാസ്റ്റ് കിടക്കുന്ന സംഖ്യ തന്നെയാണ് ആൻസർ. അതായത് ഇവിടെ എന്താണ്? 1/16 അല്ലേ ലാസ്റ്റ് കിടക്കുന്നത്? ഇത് തന്നെയാണ് ആൻസർ. മൈനസ് സൈൻ ആണെങ്കിൽ കേട്ടോ, ഏത് സംഖ്യയിൽ നിന്ന് തുടങ്ങിയിട്ട് പകുതി വീതം ഇങ്ങനെ തുടർന്ന് പോവുക. 1-ന്റെ പകുതി അര, അരയുടെ പകുതി കാല്, കാലിൻ്റെ പകുതി 1/8, 1/8ൻ്റെ പകുതി 1/16, പകുതി വീതം തുടർന്ന് പോകുന്നു. മൈനസ് സൈൻ ആണെങ്കിൽ ലാസ്റ്റ് കിടക്കുന്ന ഭിന്നസംഖ്യ എന്താണോ അത് തന്നെയാണ് ആൻസർ. ഓക്കെ, ഇനി പ്ലസ് ആണെങ്കിലോ? ഇപ്പം ഇത് തന്നെ ഇവിടെ നോക്കുക, 1 പ്ലസ് 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16. പ്ലസ് സൈൻ ആണെങ്കിൽ ഇവിടെയും എന്താണ്? 1-ൽ നിന്ന് തുടങ്ങി പകുതി വീതം ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. പ്ലസ് സൈൻ ആണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് കിടക്കുന്ന ഭിന്നസംഖ്യയുടെ താഴെയുള്ള സംഖ്യ 16 അതുപോലെ എഴുതി മുകളിൽ എന്ത് ചെയ്യുക? ഈ 16-ൽ നിന്ന് 1 കുറച്ചെഴുതാം. 16-ൽ നിന്ന് 1 കുറച്ചത് എത്രയാണ്? 15. ഇപ്പം 15/16 എന്ന് എഴുതിയാൽ നമ്മുടെ ആൻസറായി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇതുപോലത്തെ ചോദ്യം എപ്പോഴും കാണാറുണ്ട് കേട്ടോ. PSCക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ടൈപ്പ് ചോദ്യമാണ്. അപ്പോൾ ഓർത്തിരിക്കുക, എന്താണ്? ഏത് സംഖ്യയിൽ നിന്നും തുടങ്ങിക്കോട്ടെ, പകുതി വീതം തുടർന്ന് പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഓക്കെ, ഏത് സംഖ്യയിൽ നിന്ന് തുടങ്ങിക്കോട്ടെ, പകുതി വീതം തുടർന്ന് പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ചിഹ്നം നോക്കുക. മൈനസ് ചിഹ്നമാണെങ്കിൽ അവസാനം കിടക്കുന്ന സംഖ്യ അതുപോലെ എടുത്തെഴുതുക ആൻസർ. ഓക്കെ, ഇനി പ്ലസ് ആണ് ചിഹ്നമെങ്കിൽ അവസാനത്തെ ഭിന്നസംഖ്യ ആണെങ്കിൽ ഭിന്നസംഖ്യയുടെ അടിയിലുള്ളത് അതുപോലെ എഴുതുക. മുകളിൽ എന്താണ് വരിക? അതിൽ നിന്നും 1 കുറച്ച് എഴുതുക. ഓക്കെ ആണല്ലോ? അപ്പോൾ പ്ലസ് ആണെങ്കിൽ 15/16, മൈനസ് ആണെങ്കിൽ അവസാനം കിടക്കുന്ന 1/16 അതുപോലെ എടുത്തെഴുതി. ഓക്കെ ആണല്ലോ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ ഡി 1/16 എന്ന് കിട്ടി. അടുത്ത ചോദ്യം നോക്കുക. 2 സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 3:4, അവയുടെ വ്യത്യാസം 24 എങ്കിൽ ചെറിയ സംഖ്യ ഏത്? അപ്പോൾ അംശബന്ധവും അനുപാതവും എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന ചോദ്യമാണ്. അപ്പോൾ അംശബന്ധത്തിൻ്റെ വീഡിയോ കാണാത്തവരിൽ കാണുക കേട്ടോ. അത് കണ്ടാൽ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അംശബന്ധം നമുക്ക് തന്നിട്ടുണ്ട് 3:4 ആണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ അംശബന്ധം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ വാല്യൂ ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 സംഖ്യയും ഏതോ ഒരു കോമൺ നമ്പർ കൊണ്ട് ഗുണിക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒറിജിനൽ വാല്യൂ കിട്ടുക അല്ലേ? അപ്പോൾ നമുക്കിത് എഴുതുമ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ നമ്മൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. അപ്പോൾ 4 ആണ് വലിയത്. അപ്പോൾ 4x അല്ലേ? 4നോട് x ഗുണിക്കുമ്പോൾ അതിൻ്റെ ഒറിജിനൽ വാല്യൂ മൈനസ് 3
എക്സ് ഈസ് ഈക്വൽ ടു എന്താണ് 24. അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അംശബന്ധത്തിൻ്റെ വീഡിയോ കാണാം കേട്ടോ. ഇത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ 4x - 3x ഇസ് ഈക്വൽ ടു 24. 4xൽ നിന്ന് 3x പോയാലേ 4ൽ നിന്ന് 3 പോയാൽ 1. അപ്പോൾ 4xൽ നിന്ന് 3x പോയാൽ 1x, അതായത് x ഈക്വൽ ടു 24 എന്ന് നമുക്ക് കിട്ടി. നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണോ ചോദിച്ചിട്ടുള്ളത്? അല്ല, അതിലെ ചെറിയ സംഖ്യ ഏത് എന്നുള്ളതാണ്. ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിലെ ചെറിയ ഇതിന് നമുക്ക് ആ വാല്യൂ എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ പോരെ. 4ൻ്റെ കൂടെ ഇടണോ 3ൻ്റെ കൂടെ ഇടണോ? 3 അല്ലേ ചെറുത്. അപ്പോൾ 3ൻ്റെ കൂടെ എക്സിന് വാല്യൂ ഇട്ട് കൊടുത്താൽ നമ്മൾ എന്തായി? ചെറിയ വാല്യൂ കിട്ടി. ഓക്കെ, അപ്പോൾ 3x എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ 24. അപ്പോൾ 3 ഇൻറ്റു 24 എത്രയാണ്? 4 3 12 2 1 ശിഷ്ടം. ദെൻ 3 2 6 1 ശിഷ്ടവും കൂടെ കൂട്ടുമ്പോൾ 7 72 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ. അപ്പോൾ അംശബന്ധം തന്നിട്ട് നമുക്ക് സംഖ്യ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാം കേട്ടോ. അപ്പോൾ അംശബന്ധം 3:4. അപ്പോൾ നമ്മളുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഒരു കോമൺ നമ്പർ കൊണ്ട് ഗുണിക്കണമല്ലോ അംശബന്ധത്തെ റിയൽ വാല്യൂ ആക്കാനായിട്ട്. അപ്പോൾ 4x - 3x ഇസ് ഈക്വൽ ടു 24 എന്ന് നമ്മൾ എഴുതി. x ഇസ് ഈക്വൽ ടു 24 എന്ന് കിട്ടി. അപ്പോൾ 3x ചെറിയ വാല്യൂ ആണ്. ഇനി വലിയ വാല്യൂ ആണ് ചോദിക്കണമെങ്കിൽ 4xന് ആ വാല്യൂ ഇട്ട് കൊടുക്കുക. 4xൽ xന് 24 ഇട്ട് കൊടുത്തിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ 3x 3 ഇൻറ്റു 24 ഇസ് ഈക്വൽ ടു എത്ര കിട്ടി? ആൻസർ 72 എന്ന് കിട്ടി. അടുത്ത ചോദ്യം നോക്കുക. √3 + 1 ഇൻറ്റു √3 - 1 എത്രയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരേ ചോദ്യം നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? √3 + 1 ഇൻറ്റു √3 - 1 ഇത് എന്തിൻ്റെ ഫോമിലാണ് കിടക്കുന്നത്? നമുക്കറിയാം a + b ഇൻറ്റു a - b എന്ന് പറയുന്ന ഫോമിലാണ് കിടക്കുന്നത് അല്ലേ? അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കത് ക്ലിക്ക് ചെയ്യണം. a + b ഇൻറ്റു a - b എന്ന് പറയുന്ന ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ a + b ഇൻറ്റു a - b എന്താണ്? a² - b² ആണ്. അത് അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പഠിച്ചു വെക്കുക. a + b ഇൻറ്റു a - b എന്ന് പറയുന്നത് എന്താണ്? a² - b² ആണ്. അപ്പോൾ നമുക്കിതിന് ആ ടേമിൽ എഴുതാലോ. √3 + 1 ഇൻറ്റു √3 - 1 ഇസ് ഈക്വൽ ടു a + b ഇൻറ്റു a - b എന്താണ്? a² - b². a² എന്ന് പറയുന്നത് ഇവിടെ √3² - b² എന്ന് പറയുന്നത് 1 ആണ്. b എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ 1². അപ്പോൾ a² - b² എന്ന് പറയുന്ന ഫോമിലോട്ട് എഴുതി. √3യുടെ സ്ക്വയർ എന്താണ്? ഏതൊരു സംഖ്യയുടെയും റൂട്ടിനകത്തുള്ള സംഖ്യയുടെ സ്ക്വയർ എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെയായിരിക്കും. റൂട്ട് കളഞ്ഞിട്ട് ആ സംഖ്യ എഴുതുക. അപ്പോൾ √3² എന്ന് പറയുന്നത് 3 ആണ്. മൈനസ് 1ൻ്റെ സ്ക്വയർ എന്താ? 1. അപ്പോൾ 3ൽ നിന്ന് 1 പോയാൽ എത്രയാണ്? 2 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 2 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഫോം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം a + b ഇൻറ്റു a - b. ഇനി തിരിച്ചും ചോദിക്കാം. a² - b² എന്ന് പറയുന്ന ഫോമിൽ തരാം. അങ്ങനെയാണെങ്കിൽ എന്ത് എഴുതണം? a² - b² ഇസ് ഈക്വൽ ടു a + b ഇൻറ്റു a - b ആണ്. അപ്പോൾ ആ ഫോമിലോട്ട് എഴുതിയിട്ട് നമ്മളതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടി? 3 - 1 ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഇവിടെ ഓർത്തിരിക്കേണ്ടത് റൂട്ട് എന്ന് പറയുന്ന ഒരു സംഖ്യ ഉള്ളിൽ വന്നിട്ട് റൂട്ടിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ റൂട്ട് മാറ്റിയിട്ട് ആ സംഖ്യ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, അതും പഠിച്ചിരിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ ടൈപ്പിലുള്ളത് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. a + b ഇൻറ്റു a - b ഈക്വൽ ടു a² - b². അടുത്ത ചോദ്യം നോക്കുക. ഒരു ക്ലോക്കിലെ സമയം 8 മണി കാണിച്ചിരിക്കുന്നു. മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? അപ്പോൾ നമുക്കത് ഈസിയാണ്. നമ്മൾ ക്ലോക്കിൻ്റെ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. ക്ലോക്കിനെ പറ്റിയിട്ടുള്ള വീഡിയോ 2 എണ്ണമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അത് കണ്ടവർക്ക് ഇത് ഈസിയാണ്. ഒന്നുകിൽ നമുക്ക് ചിത്രം വരച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 2 രീതിയും ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ചിത്രം വരച്ചിട്ടുള്ളത് നോക്കുമ്പോൾ നമ്മളൊരു ക്ലോക്ക് വരയ്ക്കുക. ക്ലോക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങനെ വരച്ചു. നമ്മൾ 12 അല്ലേ, 6 3 9, ഇവിടെ 10 11, ഇവിടെ 1 2, ഇവിടെ എന്താണ് 4 5 7 8 ഇങ്ങനെയാണ് ഉണ്ടാവുക ക്ലോക്കിൽ അല്ലേ? അപ്പോൾ ഇവിടെ 8 മണി എന്ന് പറയുമ്പോൾ എന്താണ്? മണിക്കൂർ സൂചി 8ലും മിനിറ്റ് സൂചി 12ലും ആയിരിക്കും അല്ലേ? ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഓരോ 5 മിനിറ്റ്, അതായത് 12ൽ നിന്ന് 1ലോട്ട് അല്ലേ, ഈ ഗ്യാപ്പ് ഇവിടെ വരുന്ന കോണളവ് 30 ഡിഗ്രിയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 30, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 30, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 5 മിനിറ്റിൽ വരുന്ന കോണളവ് എത്രയാണ്? 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ 8 to 12 ഇങ്ങനെയാണല്ലോ 8 മണി എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇവിടെയുള്ള കോണളവ് കണ്ടുപിടിക്കാൻ ഇവിടെ മുതൽ ഇവിടം വരെ എത്രയാണ്? 30 ഡിഗ്രി. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 30 ഡിഗ്രി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 30 ഡിഗ്രി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 30 ഡിഗ്രി. അപ്പോൾ 4 പ്രാവശ്യം 30 ഡിഗ്രി വരുമ്പോൾ എത്രയായി? 120 ഡിഗ്രി ആയി. ഓക്കെ,
അപ്പോൾ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ ചിത്രം വരച്ചിട്ട് 5 മിനിറ്റ് 30 അപ്പോൾ ഇവിടെ നിന്ന് 8 മുതൽ 12 വരെ 1 2 3 4 പ്രാവശ്യം 30 വരുമ്പോൾ 120 ഡിഗ്രി കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. 8 മണിയാണ് തന്നിട്ടുള്ളത്. 8 മണി എന്ന് പറയുമ്പോൾ 8ലും 12ലും ആയിരിക്കും അല്ലെ, മണിക്കൂർ സൂചി മിനിറ്റ് സൂചി 8 12 എന്നുള്ളതിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ 8ൽ നിന്നും 12ലോട്ട് എത്ര വേണം? 9 10 11 12 4 വേണം. അപ്പോൾ 4 ഇൻറ്റു ഒരു കോണളവ് എത്രയാണ്? 5 മിനിറ്റ് ഉള്ളത് 30 ഡിഗ്രി. അപ്പോൾ 4 × 30 എത്രയാ? 120. എങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. ഒന്നുകിൽ ഈ ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ എണ്ണുക. എത്രയാണോ മണി തന്നിട്ടുള്ളത്, 8 ആണെങ്കിൽ 9 10 11 12 വരെ എണ്ണാം. 8 മണി എന്ന് പറഞ്ഞതുകൊണ്ട്. ഇനി 8 5 എന്ന് പറയുമ്പോൾ ഒന്നും കൂടെ കൂടും അല്ലേ? അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് എന്താണ് എത്ര വരെ ഉണ്ട് എന്നുള്ളത് എണ്ണുക. അതിനുശേഷം നമ്മൾ അതുമായിട്ട് 30 വെച്ച് ഗുണിക്കുമ്പോൾ നമ്മുടെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ ഡി 120 ഡിഗ്രി എന്നുള്ളതാണ് ആൻസർ. അടുത്ത ചോദ്യം നോക്കുക. അനു ഒരു വരിയിൽ നിന്ന് 25-മതും പുറകിൽ നിന്ന് 25-മതും ആയി നിൽക്കുന്നു എങ്കിൽ ആ വരിയിൽ എത്ര പേർ ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സ്ഥാനനിർണ്ണയം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അല്ലേ? ഈ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ് ഇതുപോലുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മുടെ ആൻസർ കണ്ടുപിടിക്കാം. അനു ഒരു വരിയിൽ നിന്ന് 25-മത്. ഇതിപ്പോൾ നമ്മൾ കണക്ക് പഠിക്കണമെന്നൊന്നുമില്ല, നമ്മൾ ഊഹിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്ക് സാധാരണ ഒരു രീതിയിൽ ചിന്തിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ അനു ഇവിടെയാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അനു ഇവിടെ നിൽക്കുന്നുണ്ട്. അവൾ ഒരു വരിയിൽ നിന്ന് 25-മതാണ്. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ട് 25-മതാണ്. അപ്പോൾ 25-മത് നിൽക്കുന്നതാണ് അനു. അപ്പോൾ ഇവിടെ എത്ര പേരുണ്ടാവും? ബാക്കി 25-മത് അനു ആണെങ്കിൽ ഇവിടെ 24 പേരുണ്ടാവും അല്ലേ? ഇനി പുറകിൽ നിന്നും 25-മതാണെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്തുമ്പോൾ ഇവിടെ 25-മതാണ് അനു. അപ്പോൾ ഇവിടെ എത്ര പേരുണ്ടാവും? 24 പേരുണ്ടാവും. ഓക്കെ, അപ്പോൾ വരിയിൽ മൊത്തം എത്ര പേരുണ്ടാവും? ഇവിടെ 24 പേര്, ഇവിടെ 24 പേര്. എത്രയായി? 48 ആയി. പിന്നെ ആരുണ്ട്? സെൻറ്ററിലും അനു നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്ന് എണ്ണിയാലും അനു 25-മതാണ്, ഇവിടെ നിന്ന് എണ്ണിയാലും 25-മതാണ്. അപ്പോൾ സെൻറ്ററിലുള്ള അനുവിനെയും കൂടി കൂട്ടിയാൽ ഇവിടുത്തെ 24 ഇവിടുത്തെ 24 സെൻറ്ററിലുള്ള അനുവും കൂടെ കൂട്ടിയാൽ എത്രയായി? 24 24 48. അനുവിനെയും കൂടെ കൂട്ടിയാൽ എത്രയായി? 49. വളരെ എളുപ്പത്തിൽ ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല, വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ആരെയാണോ നമുക്ക് തന്നിട്ടുള്ളത് അവരുടെ പൊസിഷൻ വരച്ചിടുക, പേരെഴുതുക, എത്രാമതാണെന്നുള്ളത് എഴുതുക. ആൾ നിൽക്കുന്നത് 25-മതാണെങ്കിൽ ഇവിടെ എന്തായാലും 24 പേരുണ്ടാവും. അവിടെ നിന്നും അതുപോലെ 25-മതാണെന്ന് പറയുമ്പോൾ ഇവിടെയും 24 പേരുണ്ടാവും. ഇവിടെ 24 ഇവിടെ 24, അപ്പോൾ തന്നെ 48 ആയി. പിന്നെ അനു സെൻറ്ററിലുണ്ട്, അനുവിനെയും കൂടെ കൂട്ടണ്ടേ മൊത്തം ആൾ എന്ന് പറയുമ്പോൾ. 48നോട് 1 കൂട്ടുമ്പോൾ എന്തായി? 49. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇനി ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്, നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ചെയ്യാം. എല്ലാം കൂടെ ഒറ്റ വീഡിയോയിൽ ചെയ്താൽ ഒരുപാട് ലെങ്തി ആയി പോകില്ലേ വീഡിയോ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് മറ്റുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടി. ഈ ടൈപ്പിലുള്ള ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.